PM ശ്രീ വിവാദങ്ങൾക്കിടെ തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. PM ശ്രീയിൽ ഉൾപ്പെടുത്തേണ്ട സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു. ആദ്യഘട്ട പ്രപ്പോസൽ ഇന്ന് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ 150നും 200നും ഇടയ്ക്കുള്ള സ്കൂളുകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സ്കൂളുകളിലാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്. 2 തരം കുട്ടികളെ സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു വിമർശനം ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ പട്ടിക തയ്യാറായി കഴിഞ്ഞോ? എന്താണ് അറിയാനാകുന്നത്? എത്ര സ്കൂളുകളുണ്ട്? സ്മൃതി, ആദ്യഘട്ട പട്ടിക തയ്യാറായി കഴിഞ്ഞു. അതിൽ എത്ര സ്കൂളുകൾ ഉണ്ട് എന്ന കണക്ക് ലഭ്യമായിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ തയ്യാറെടുപ്പുകൾ നടത്തി എന്നതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതല്ല എങ്കിൽ ഒപ്പിട്ട് എങ്ങനെ 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ആദ്യഘട്ട പട്ടിക വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറുന്നു എന്നുള്ളതാണ്. യു വാസുകിയാണ് വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി. യു വാസുകി ഇപ്പോൾ ദില്ലിയിലാണുള്ളത്. ഇന്ന് തന്നെ അല്പസമയത്തിനകം തന്നെ ആദ്യഘട്ട പട്ടിക കേന്ദ്ര സർക്കാരിന് കൈമാറും എന്നാണ് മനസ്സിലാക്കുന്നത്. PM ശ്രീ പദ്ധതിയുമായി കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ടതിന് പിന്നാലെ ആദ്യഘട്ട പട്ടിക തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ആ പട്ടിക കേന്ദ്ര സർക്കാരിന് ഇന്ന് തന്നെ കൈമാറും എന്ന വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. ആകെയുള്ള സ്കൂളുകളിൽ മുഴുവൻ സ്കൂളുകളില്ല എന്ന വിവരമാണ് കിട്ടുന്നത്. എത്ര സ്കൂളുകളാണ് ആദ്യഘട്ട പട്ടികയിൽ ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിവരം ലഭ്യമല്ല. മാത്രമല്ല സ്മൃതി, ഈ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളെ കണ്ടെത്തിയിരുന്നോ? ആ സ്കൂളുകൾ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് PM ശ്രീയുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയത് എന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും ലഭ്യമല്ല. എന്തായാലും ഇന്നലെ ഒപ്പിടുന്നു. ഇന്ന് രാവിലെയാകുമ്പോൾ തന്നെ ലിസ്റ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ കയ്യിലേക്ക് വരുന്നു. 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അത് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ തിരക്കിട്ട നീക്കം. സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ ഒരു ഫയൽ അതിവേഗം മുന്നേറുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി PM ശ്രീയിലെ സ്കൂളുകളുടെ പട്ടിക, ആ പട്ടിക മാറുന്നു. ആദ്യഘട്ട പട്ടിക കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ തയ്യാറായി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സ്മൃതി, നടപടികളിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് ആദ്യഘട്ട പ്രപ്പോസൽ ഇന്ന് തന്നെ സമർപ്പിക്കും വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതാണ്. ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിലും കാര്യങ്ങളുമായി വളരെ വേഗത്തിൽ പോകുന്നു വിദ്യാഭ്യാസ വകുപ്പ്.